ഈ ഒരു വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സാലിയൻ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന ഭാഗത്തുള്ള ഏതാനും ചില ക്വസ്റ്റ്യൻസ് ആണ്. സോ മറ്റു മുഖവരൊന്നും ഇല്ലാതെ നമുക്ക് നേരെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഫ്രണ്ട്സ്, ക്വസ്റ്റ്യൻ ഇതാണ്: കൺസിഡർ ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ്. ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ ഡിഫൈൻസ് ഇറ്റ്സ് ബേസിക് സ്ട്രക്ചർ ആസ് ഫെഡറലിസം, സെക്യുലറിസം, ഫണ്ടമെന്റൽ റൈറ്റ്സ് ആൻഡ് ഡെമോക്രസി. 2. The Constitution of India provides for judicial review to safeguard the citizens' liberties and to preserve the ideals on which the Constitution is based. Which of the statements given above is are correct? Option A 1 only, option B 2 only, option C both 1 and 2, option D neither 1 nor 2. ഫ്രണ്ട്സ്, 2020 ചോദിച്ച ചോദ്യമാണ്. ചോദ്യം ഇതാണ്. ഒന്നാമത്തെ ഓപ്ഷൻ ഇതാണ്: നമ്മുടെ ഭരണഘടന ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പ്രതിപാദിക്കുന്നുണ്ട്. അതായത് ഫെഡറലിസം, സെക്യുലറിസം, ഫണ്ടമെന്റൽ റൈറ്റ്സ്, ഡെമോക്രസി, ഇതാണ് ബേസിക് സ്ട്രക്ചർ എന്ന് ഭരണഘടന എന്താക്കുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. കാരണം ഭരണഘടനയിൽ എവിടെയും ബേസിക് സ്ട്രക്ചർ എന്ന് പ്രതിപാദിക്കുന്നില്ല. 1973 കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ജഡ്ജ്മെൻറ്റ് അടിസ്ഥാനത്തിലാണ് ബേസിക് സ്ട്രക്ചർ എന്ന് പറയുന്നൊരു പദം ആദ്യമായി വന്നത് എങ്കിലും ഭരണഘടനയിൽ എവിടെയും തന്നെ ബേസിക് സ്ട്രക്ചർ എന്താണെന്ന് പ്രതിപാദിക്കുന്നില്ല. ഈവൻ ബേസിക് സ്ട്രക്ചർ എന്നൊരു പദം പോലും ഭരണഘടനയിൽ എന്താക്കുന്നില്ല, പ്രതിപാദിക്കുന്നില്ല. അത് കോടതി വിധിയിൽ മാത്രമാണ്. അതുകൊണ്ട് ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ഇവിടെ തെറ്റാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ്: ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ഇന്ത്യ പ്രൊവൈഡ്സ് ഫോർ ജുഡീഷ്യൽ റിവ്യൂ ടു സേഫ് ഗാർഡ് ദ സിറ്റിസൻസ് ലിബർട്ടീസ് ആൻഡ് ടു പ്രിസർവ് ദ ഐഡിയൽസ് ഓൺ വിച്ച് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് ബേസ്ഡ്. ഓക്കെ, ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്നത് പൗരന്മാരുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതേപോലെ തന്നെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ അടിസ്ഥാനമായിട്ടുള്ള മൂല്യങ്ങൾ സംരക്ഷിക്കാനുമാണ് എന്നുള്ളതാണ്. രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. അതായത് പാർലമെൻറ്റോ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറോ പാസ്സാക്കുന്ന നിയമങ്ങൾ അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏതെങ്കിലും ഉത്തരവുകൾ, എക്സിക്യൂട്ടീവ് ഓർഡറുകൾ ഭരണഘടനയ്ക്ക് വിരുദ്ധമായാലോ അല്ലെങ്കിൽ പൗരൻ്റെ മൗലികാവകാശങ്ങളെ ബാധിച്ചാലോ അത്തരം നിയമങ്ങൾ അസാധുവാക്കാനുള്ള കോടതിയുടെ അധികാരത്തിന് പറയുന്ന പേരാണ് ജുഡീഷ്യൽ റിവ്യൂ. നമ്മുടെ ഭരണഘടനയിൽ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിനെ പറ്റി എന്താക്കുന്നത്, പ്രതിപാദിക്കുന്നത്. അല്ലെങ്കിൽ ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ എലമെൻറ്റ്സ് ഉള്ളത്. ആർട്ടിക്കിൾ 13 ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള കാര്യം മെൻഷൻ ഒന്നും ചെയ്യുന്നില്ല, പ്രതിപാദിക്കണമൊന്നുമില്ല. പക്ഷേ ജുഡീഷ്യൽ റിവ്യൂവിൻ്റെ എലമെൻറ്റ് കിടക്കുന്നത് ആർട്ടിക്കിൾ 13. സോ പൗരൻ്റെ അവകാശങ്ങൾ സംരക്ഷിക്കാനും അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയിൽ പ്രതിപാദിച്ചിരിക്കുന്ന അടിസ്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കാനുമാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയുന്ന ആശയം കൊണ്ട് യാഥാർത്ഥ്യമാക്കുന്നത്. സോ ഇവിടെ ഒന്നാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് തെറ്റാണ്, രണ്ടാമത്തെ സ്റ്റേറ്റ്മെൻറ്റ് ശരിയാണ്. സോ ഇവിടെ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് ചോദിച്ചത് കൊണ്ട് തന്നെ ഓപ്ഷൻ ബി 2 ഓൺലി ആണ് ഇവിടെ കറക്റ്റ് ആൻസർ വരുന്നത്.